ഹായ് ഹലോ വെൽക്കം ടു സക്സസ് അക്കാഡമി. ഞാൻ വിഷ്ണു. ഓക്കെ മക്കളെ, എസ് എസ് സിയുടെ എല്ലാ എക്സാംസും ഓണായി നിൽക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോഴത്തെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് സി, സി ജി എൽ, സി എച്ച് എസ് എൽ, എം ടി എസ് എല്ലാ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സക്സസ് അക്കാഡമി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് മാസ്റ്റർ ക്ലാസ് ഓൺ PYQ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇത് ഒരു QR കോഡ്, അതായത് സക്സസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ QR കോഡ്, ടെലിഗ്രാം ചാനലിൻ്റെ QR കോഡാണിത്. നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്, പുതിയ കമ്മ്യൂണിറ്റിയാണ്. സ്റ്റുഡൻസിന് ഇതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തരേ, അങ്ങനെ ചെയ്തു തരാം. നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയം കളയാതെ നമുക്ക് ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if the price of rice is increased by 25%, then by what percentage consumption of rice should be decreased so expenditure incurred on rice gets decreased by 40%? Okay, നമ്മുടെ പ്രൈസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എക്സാമിനേഴ്സിൻ്റെ ഒരു പക്ഷേ സ്ഥിരം സാധനങ്ങളിലൊന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനകത്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് എന്താ സംഭവിച്ചത്? വില 25% കൂടി. അങ്ങനെയാണെങ്കിൽ കൺസംഷനിൽ ഞാൻ എന്ത് ചേഞ്ച് വരുത്തണം? എന്ത് ചെയ്യണം? എന്ത് വരികയാണെങ്കിൽ എക്സ്പെൻഡിച്ചറിൽ 40% കുറവ് കൂടെ വരണം. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമുക്കറിയാം പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണല്ലോ. ഓക്കെ, നമുക്ക് 25% ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4:5 എന്ന് വരും. ഓക്കെ, കൺസംഷൻ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തൽക്കാലം ഞാൻ XY എന്ന് വയ്ക്കണം. നമുക്ക് ഈ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആയല്ലോ. ഓക്കെ, എന്ത് സംഭവിക്കണം? എക്സ്പെൻഡിച്ചർ 40%. 40 എന്ന് പറഞ്ഞാൽ 2/5 അല്ലേ? അതായത് 5-ന്ന് 2 കുറഞ്ഞ് 3 ആവും. ഓക്കെ ആണോ? ഇനി ഇതിനകത്ത് എക്സും വൈയും കണ്ടുപിടിക്കാൻ നോക്കിയ മക്കളെ, ഇവന്മാർ നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 5 × 5 25 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എക്സിൻ്റെ വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ 4 × 3 12, അതെന്തായിരിക്കും? വൈ ആയിരിക്കും. അതായത് എന്താ സംഭവിച്ച് 25-ൽ നിന്ന് 13 എത്ര കുറഞ്ഞു? 25-ൽ നിന്ന് 12 അതായത് എത്ര കുറഞ്ഞു? 13 13/25 × 100 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 52. നമ്മൾ തിരിച്ചിട്ട് ചെയ്യണ ഒരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസിൻ്റെ റേഷ്യോ ഇങ്ങനെയാണെങ്കിൽ കൺസംഷൻ റേഷ്യോ 5:4 എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ചെയ്യുന്നതാണ്. അത് വേറെ. അതെവിടെ കേസ്? എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ, അതായത് എക്സ്പെൻഡിച്ചറിൽ മാറ്റമൊന്നും വരാത്ത കേസിൽ. ഇവിടെ അങ്ങനെയല്ലല്ലോ, എക്സ്പെൻഡിച്ചർ മാറിയില്ലേ? അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20% of P is added to 40% of Q, then the resultant comes as 80% of Q. P is what percentage of Q? ഓക്കെ, പിയുടെ 20% ക്യൂവിൻ്റെ 40%ത്തിലേക്ക് ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പി 80%. നോക്കിയടാ, പി കുറച്ചുണ്ടായിരുന്നു. പിയുടെ 20% ഞാൻ ക്യൂവിൻ്റെ 40%ത്തിലേക്ക് ആഡ് ചെയ്തപ്പോൾ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കൂടിയില്ലേ? ഈ 40 കൂടാൻ കാരണം ആരാ? പിയുടെ 20 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ലേ 20% ഓഫ് പിയും 40% ഓഫ് ക്യൂവും ഈക്വൽ ആണെന്ന്? പറ്റില്ലേ? നമുക്ക് ഇവിടെ നിന്ന് പിയുടെയും ക്യൂവിൻ്റെയും റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, പെർസെൻറ്റേജ്, വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, പെർസെൻറ്റേജ് കട്ടായി, 0 എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 1:2, അതായത് പിയും ക്യൂവും തമ്മിലുള്ള റേഷ്യോ എന്തെന്ന് കിട്ടും? 2:1 എന്ന് കിട്ടും. ഓക്കെ, എന്താ ചോദിച്ചേക്കണത്? പി ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ക്യൂ? പി ക്യൂവിൻ്റെ എത്ര ശതമാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2/1 × 100 ആണല്ലോ. വേണ്ട, അതൊന്നും വേണ്ട. നോക്ക്, 1-ന്ന് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാ? 200% അല്ലേ? 200%. എത്ര ശതമാനം കൂടുതലാണെന്ന് ചോദിച്ചല്ല, വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ക്യൂ എന്ന് ചോദിച്ചല്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവന്മാരെ നമ്മൾ ഡിഫറൻസ് എടുക്കും,
ആരെയാണോ ബേസ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ എന്താ എത്ര പെർസെൻറ്റേജ് എന്ന് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. രണ്ടും രണ്ടാണ്, ചെറിയ വ്യത്യാസമാണ്. തെറ്റ് വരുത്താനുള്ള ചാൻസുകളുണ്ട്, ശ്രദ്ധിച്ച് ചെയ്തേച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If price of an apple is reduced by 30%, it enables the customer to buy 5 more apple for 140 rupees. Again നമ്മുടെ പ്രൈസ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഓക്കെ, നോക്കിയടാ 30% കുറഞ്ഞു. എന്ത് പ്രൈസ് 30% കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചിട്ടുണ്ടാവും 10:7 ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നോക്ക്, 140 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും ഇപ്പോഴും, അതായത് വില കുറയുന്നവനും അതിനും മുൻപും, അത് എല്ലാ സമയങ്ങളിലും ഞാൻ എന്താ 140 രൂപയ്ക്ക് തന്നെ വാങ്ങണത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. അതായത് എൻ്റെ എക്സ്പെൻഡിച്ചർ സെയിം ആണ്. അപ്പോൾ എനിക്ക് ഇൻവേഴ്സ് എടുക്കാമല്ലോ. ഓക്കെ, നോക്കിയേ, എനിക്കിപ്പോൾ വില കുറഞ്ഞത് കൊണ്ട് 5 ആപ്പിൾ കൂടുതൽ വാങ്ങാൻ പറ്റി. ഇവിടെ എത്ര യൂണിറ്റ് കൂടിയിട്ടുണ്ട്? 3 യൂണിറ്റ്. 3 യൂണിറ്റിൻ്റെ വാല്യൂ 5 ആണെന്ന് എനിക്ക് പറയാമല്ലോ. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 5/3. അപ്പോൾ എനിക്ക് എത്ര ആപ്പിൾ വാങ്ങാൻ പറ്റിയിരുന്നു? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 5/3 ആണെങ്കിൽ 7 യൂണിറ്റിൻ്റെ വാല്യൂ 35/3 അല്ലേ? ഓക്കെ, എനിക്ക് ഇന്നത് കണ്ടുപിടിക്കേണ്ടത് ആപ്പിളിൻ്റെ റെഡ്യൂസ്ഡ് റേറ്റ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 യൂണിറ്റിൻ്റെ വാല്യൂവാണ്. 7 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര രൂപ? 140 രൂപയ്ക്കാണല്ലോ ഞാൻ വാങ്ങിച്ചത്. 140 രൂപയ്ക്ക് ഞാൻ ഇത്ര ആപ്പിൾ വാങ്ങിച്ചു. ഡിവൈഡ് ചെയ്താൽ മതി. 35 3 മുകളിലേക്ക് പോകും, ഇൻറ്റു 3. 35 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 times 4 × 3 12. നോക്കിയേക്ക്, നല്ലപോലെ നോക്കിയേക്ക്. ഓക്കെ അല്ലേ? കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി പോവാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ PYQ ഉദ്ദേശിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് മുതൽ മുകളിലേക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്സ് ഇല്ലാത്തൊരാൾ PYQൻ്റെ ക്ലാസ്സുകൾ കണ്ടതുകൊണ്ട് ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്സ് വേണമല്ലോ. ഓരോ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് മുൻപോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ബേസിക്സ് ഉണ്ടെങ്കിൽ ഒന്ന് നീ ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻസിൻ്റെ ലെവലാണ്. വർഷങ്ങൾ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഇതിനു മുമ്പ്. നമ്മൾ ഇതുവരെ 2022 ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ടുള്ളത്. മുൻപോട്ട് പോകുമ്പോൾ ഇനി അടുത്ത വർഷങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ വരും. ഓക്കെ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഒന്ന്. രണ്ടാമത്തത് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, പ്രാക്ടീസ് കാര്യങ്ങൾ നമ്മൾ സ്വയം തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടാ. P's income is 150% of Q's income and P's expenditure is 60% of Q's expenditure. If Q saves 20% of his income, then how much percentage does P save of his own income? Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയടാ, ഇവിടെ എന്താ ഉദ്ദേശിക്കുക? Pയും Qയും തമ്മിൽ കുറച്ച് റേഷ്യോസ്, പെർസെൻറ്റേജ് വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവസാനം കണ്ടുപിടിക്കേണ്ടത് P എത്ര ശതമാനം സേവ് ചെയ്യേണ്ടതെന്നാണ് അവൻ്റെ സാലറിയുടെ. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, നമ്മൾ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ? പിയും ക്യൂവും ആണല്ലോ. ഓക്കെ, ക്യൂവിൻ്റെ ഇൻകത്തിൻ്റെ 150% ആണ് പിയുടെ ഇൻകം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, 150% ആണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 100 + 50 എനിക്ക് എടുക്കാൻ പറ്റില്ലേ? 50% നമ്മൾ എങ്ങനെയാണ് എഴുതുക? 1/2 എന്ന് ആണല്ലോ. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, അതായത് 1 + 1/2 എത്രയാ? 3/2 അല്ലേ? 3/2 അല്ലേ? ആരാ കൂടുതൽ? പി അല്ലേ കൂടുതൽ? 150% കൂടുതൽ അവനായിരിക്കുമല്ലോ. അപ്പോൾ വലിയ വാല്യൂ നമ്മൾ ആർക്ക് കൊടുക്കും? പിക്ക് കൊടുക്കും. ചെറിയ വാല്യൂ ആർക്ക് കൊടുക്കും? ക്യൂവിന് കൊടുക്കും. കുറച്ച് ലൈറ്റായി പോയി, അതല്ല സംഭവം. ശരിക്കും മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ അല്ലേ? അതേപോലെ ഇനി എക്സ്പെൻഡിച്ചർ. ഓക്കെ, പീസ് എക്സ്പെൻഡിച്ചർ 60% ഓഫ് ക്യൂസ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇത് ഇൻകത്തിൻ്റെ റേഷ്യോ ആണ്. ഇനി ഞാൻ എക്സ്പെൻസിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ ഓക്കേടാ, പിയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ എക്സ്പെൻസിൻ്റെ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:5 എന്ന് എനിക്ക് അവിടുത്തെ റേഷ്യോ കൊടുക്കാൻ പറ്റുമോ? അത് 5 ആണെങ്കിൽ ഇത് 360%. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, ഇവന്മാർ തമ്മിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊന്നും ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇൻകത്തിൻ്റെ റേഷ്യോ മാത്രമാണ്, ഇൻകം. അത് കഴിഞ്ഞാൽ വരുന്നത് എൻ്റെ എക്സ്പെൻസിൻ്റെ റേഷ്യോയാണ്.
ഇവന്മാർ തമ്മിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ റേഷ്യോ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബന്ധമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ തമ്മിൽ എന്തെങ്കിലും ബന്ധം വരുത്തണം. ആ ബന്ധമാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസിൽ ഇഫ് ക്യൂ സേവ്സ് 20% ഓഫ് ഹിസ് ഇൻകം. അതാണ് നമ്മുടെ ലിങ്ക്. അതായത് ഇവന്മാർ വേറെ വേറെ റേഷ്യോ ആണല്ലോ. അപ്പം ഞാൻ ഇതിനെ 3x 2x എന്നും 3y 5y എന്നും പറയണോ? നോക്കിയടാ, ഇനി നോക്കിയേ, ക്യൂ 20% സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ 80% ചിലവായിരിക്കുമല്ലോ, ആയിരിക്കില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xൻ്റെ 80%, അതായത് 4/5 ആയിരിക്കില്ലേ എന്ത് 5y ആയിരിക്കില്ലേ? ഇക്വേഷൻ സോൾവ് ചെയ്തേ. 8x ഈക്വൽ ടു 25y എന്ന് വരുമല്ലോ. അതായത് നമ്മുടെ എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ. എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ കൂടെയുള്ള 8ന് ഞാൻ വൈക്ക് കൊടുക്കുന്നു, വൈയുടെ കൂടെയുള്ള 25ന് ഞാൻ എക്സിന് കൊടുക്കുന്നു. 25:8 നമ്മുടെ എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ. അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. 3xൻ്റെ വാല്യൂ എന്ത് വരും? 75 എന്ന് വരും. പിയുടെ ഇൻകോണല്ലോ അത്. എക്സ്പെൻസ് എത്ര വരും? വൈയുടെ വാല്യൂ 8, 3y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28. അപ്പോൾ സേവിങ്സ് എത്രയായിരിക്കും? എൻ്റെ ഇൻകത്തിൽ നിന്ന് എനിക്ക് എൻ്റെ എക്സ്പെൻസ് ഞാൻ കുറച്ചാൽ മതിയല്ലോ. സോറി, 28 അല്ല, 24. ഓക്കെ, 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 51 എന്ന് വരും. ഓക്കെ, 51 75ൻ്റെ എത്ര പെർസെൻറ്റേജാണ്? 25 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 3 പ്രാവശ്യം, മുകളിൽ 4 പ്രാവശ്യം, 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 17 ഇൻറ്റു 4 എവിടെ? 68%. അങ്ങനെ ഭയങ്കര കാൽക്കുലേറ്റീവ് എന്നല്ല, പക്ഷേ ആലോചിക്കേണ്ട പോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പെർസെൻറ്റേജിൽ. ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളിൽ അങ്ങനെയാണെന്നേ. അതായത് നമ്മുടെ പെർസെൻറ്റേജ്, റേഷ്യോ പ്രൊപ്പോർഷൻ, ആവറേജ്, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളിൽ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സ്ഥിരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് തീർത്തിട്ടുള്ള ആൾക്കാർക്ക് മേ ബി തോന്നുന്നുണ്ടാവും ചാപ്റ്റർ സിമ്പിളായിട്ട്. മെജോറിറ്റി ആളുകൾക്കും ഇഷ്ടമുള്ള ഞാനടക്കം കേട്ടോ, ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് പെർസെൻറ്റേജ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല, പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് എളുപ്പമുള്ള, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന, അതായത് കുറച്ച് ലോജിക്ക് ഉണ്ടെങ്കിൽ കത്തിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് പെർസെൻറ്റേജ്. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When the price of an item was reduced by 20%, the sale increased by X%. If there is an increase of 60% in the receipt of the revenue, then what is the value of X? നോക്കിയേ, ഇത് നമ്മുടെ പ്രൈസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലേ, PC എന്ന് പറയാം കേട്ടോ. അതിൻ്റെ വേറൊരു മോഡൽ തന്നെയാണ്. അതായത് നോക്കിയേ, ഞാനൊരു വസ്തുവിൻ്റെ വില കുറച്ചു, അപ്പോൾ അതിൻ്റെ സെയിൽ കൂടി, അപ്പോൾ അതിൻ്റെ റെസിപ്റ്റിലും കുറച്ച് ഇൻക്രീസ് ഉണ്ടായി. അതായത് നോക്കിയടാ, 10 രൂപയുടെ എന്തെങ്കിലും സാധനം ഞാൻ വിൽക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ പേന 10 രൂപയുടെ പേനയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 10 രൂപയുടെ പേനയാണ്. ഞാനിപ്പോൾ 5 വിൽക്കുകയാണെങ്കിൽ എനിക്ക് 50 രൂപ കിട്ടുമല്ലോ. വില കുറച്ചു, 10ന്ന് 8 അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെയിൽ കൂടി. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ കിട്ടുന്ന റവന്യൂ കൂടിയില്ലേ? അതുപോലെ തന്നെ അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ എങ്ങനെ കിട്ടണേ? മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കിട്ടണേ. സെയിം കഥ. അതായത് എൻ്റെ പ്രൈസ് 20% ഡിക്രീസ് ചെയ്തു, 5:4. ഓക്കെ, അതുകൊണ്ട് സെയില് ഇൻക്രീസ് ആയി, നമുക്കതറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. X:y. ഓക്കെ, പിന്നെ സംഭവിച്ചത് there is an increase. ഓക്കെ, റവന്യൂ 60% ഇൻക്രീസ് ആയി. 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ¾ ആണല്ലോ. അതായത് 5:2 അതെന്തായിട്ടുണ്ടാവും? 8 ഉണ്ടാവുമല്ലോ. ഇൻക്രീസ് അല്ലേ? അതുകൊണ്ട് ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്? ഇവന്മാരെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് 5 × 8 അതങ്ങനെ തന്നെ എഴുതാം കേട്ടോ. കാരണം നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഇതെത്രയാ? 5 × 8. ഇതെത്രയാ? 4 ×
5 നമുക്ക് റേഷ്യോ മതിയല്ലോ. അതായത് നോക്കിയേ 5ഉം 5ഉം കട്ടായി 4 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം. 1 ന്ന് 2 ആയി. എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയെന്ന്? 100%. മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഇതിപ്പോൾ ഈ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് 1:2, അതായത് 4 × 5 20, 5 × 8 40 എന്ന് പറഞ്ഞ് കിട്ടും. വലിയ നമ്പേഴ്സ് ആയിരുന്നെങ്കിലോ, കുറച്ച് വലിയ നമ്പേഴ്സ് ആയിരുന്നെങ്കിലോ, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടുന്നത് 3 ഡിജിറ്റോ 4 ഡിജിറ്റോ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ വരില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അതായത് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ, അതായത് മൾട്ടിപ്ലൈ ചെയ്യാതെ പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ ഓക്കെ മൾട്ടിപ്ലൈ ചെയ്തു. അല്ലാത്ത പക്ഷം ഇങ്ങനെ ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഓഫ് 20% in the price of rice, the consumer decreased his consumption by 5%. Okay, again PCE, price, consumption, expenditure. Okay, പ്രൈസ് എന്ത് സംഭവിച്ചു? 20% ഇൻക്രീസ് അല്ലേ? 5:6. ഓക്കെ, കൺസംഷൻ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? 5% ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/20 ആണല്ലോ. അപ്പോൾ 20/19 എന്ന് വരും. കട്ട് ചെയ്യാൻ നിൽക്കണ്ട. നോക്കി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 × 20 100, 6 × 19 114. അതായത് 100 ന്ന് 114 എത്ര കൂടി? 14 കൂടി. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിരുന്നെങ്കിൽ എന്താ പറയുക, ഇവിടെ 3, ഇവിടെ 10, അതായത് 50ഉം 57ഉം എത്ര കൂടി? 7 കൂടി. 7/50 × 100. ഓക്കെ, കുറച്ച് കൈ തെളിഞ്ഞുള്ള ആൾക്കാർക്ക് മേ ബി അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഇഷ്ടം ട്ടാ, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെയ്റ്റ് ഓഫ് ആയുഷ് ആൻഡ് അഭിഷേക് ആർ ഇൻ ദ റേഷ്യോ 8:5. Abhishek's weight is increased by 40% and the total weight of Ayush and Abhishek both increases by 60%. If total weight becomes 104 kilogram, then what is the weight of Ayush? Okay, നോക്കാം. ആയുഷിൻ്റെ വെയിറ്റ് അഭിഷേകിൻ്റെ വെയിറ്റും തമ്മിലുള്ള റേഷ്യോ എത്രയായിരുന്നു? 8:5 ആണ്. അഭിഷേകിൻ്റെ വെയിറ്റ് എന്ത് ചെയ്തു? ഒരു 40% ഇൻക്രീസ് ആയി. അങ്ങനെ അവരുടെ ടോട്ടൽ 60% ഇൻക്രീസ് ആയി. ഓക്കെ, ടോട്ടൽ 104 ആയെങ്കിൽ ആയുഷിൻ്റെ വെയിറ്റ് ഇൻക്രിമെൻറ്റിന് ശേഷം എത്രയായിരുന്നു എന്ന്. ഓക്കെ, നോക്കിയടാ, ഇവരുടെ രണ്ടുപേരുടെയും റേഷ്യോ 8:5 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 13 യൂണിറ്റ് ആയിരിക്കും അല്ലേ? 8ഉം 5ഉം അത്രേ ഉള്ളൂ. ഞാൻ ആഡ് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. പ്രത്യേകിച്ച് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പറയാറുള്ളൊരു സാധനമാണ്, പ്രത്യേകിച്ച് നമുക്ക് ഒരു ഐഡിയയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമാജിനേഷൻസിനെ വളരാൻ സമ്മതിക്കാമെന്ന്. ഏതാ ഇമാജിനേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ഐഡിയയും കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ വേറൊരു വാല്യൂവിനെ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്ത് കൊടുക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റേഷ്യോയെ സിംപ്ലി ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഒന്നുമില്ല, കാൽക്കുലേഷൻസ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അതായത് 8 × 5 40 എന്ന് വരും, 5 × 5 25 എന്ന് വരും, ഇവിടെ 65 എന്ന് വരും ആണല്ലോ. ഓക്കെ, നോക്കിയേ, ഇവിടെ ഞാൻ 25 കിലോ ആണ് അഭിഷേകിൻ്റെ വെയിറ്റ് എന്ന് വിചാരിക്കുക. 25 കിലോൻ്റെ 40% എന്ന് പറയുമ്പോൾ 10% 2.5, 5, 10 കിലോ ഇവിടെ ആഡ് ആവും. അതായത് 25 35 കിലോ ആവും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 6.5 എന്ന് പറയുമ്പോൾ ഓക്കെ 13/2 × 6 39 കിലോ ആഡ് ആവൂടാ. 39 കിലോ ആഡ് ആയി കഴിഞ്ഞാൽ 104 കിലോ. വാവ്, നമ്മുടെ ഒറിജിനൽ വാല്യൂയിലോട്ട് എത്തിയ കേട്ടോ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂ ആയിട്ട്. ഓക്കെ, അതായത് എന്താ? അഭിഷേകിൻ്റെ വെയിറ്റ് 35 കിലോ,
അതായത് നമ്മുടെ ടോട്ടൽ 104 അപ്പോൾ ബാക്കി വരണത് ആയുഷിൻ്റെ വെയിറ്റ് ആയിരിക്കും അല്ലേ. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 35, 70, 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 69. ദാറ്റ് വിൽ ബി യുവർ ആൻസർ. എവിടെ? 69. ഒന്നുമില്ല, സിംപ്ലി ഒരു വാല്യൂ അസ്യൂം ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 5 ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. 5 തന്നെ വേണമെന്നൊന്നുമില്ല. ബട്ട് ഞാൻ 10 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ കിട്ടുന്ന വാല്യൂസൊക്കെ ഡബിൾ ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ 35 വന്നില്ലേ, എനിക്ക് കിട്ടുന്നത് 75 ആയിരിക്കും. 104 വന്നില്ലേ, കിട്ടുന്നത് എന്തായിരിക്കും? എനിക്ക് 208 ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും വരാനില്ല ഇവിടെ. ഓക്കെ അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ 104. ഓക്കെ, 208 വന്നെന്ന് വിചാരിക്കുക. 208 കിലോ വാല്യൂവിൻ്റെ വെയിറ്റ് ഒറിജിനൽ വാല്യൂ ആണ് 104 എന്ന് പറയുന്നത്. അതായത് എന്താ, ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എനിക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒറിജിനൽ വാല്യൂ കിട്ടും. അതായത് നമ്മുടെ ആൻസറിലോട്ട് എത്തും. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എക്സാമിനേഷൻ എ കാൻഡിഡേറ്റ് had to sit for 3 papers A, B and C. The candidate secured 75% marks in paper A, 80% paper B, 60 paper C. If the weightage assigned in ABC 40. In an examination, a candidate has to sit for 3 papers A, B and C. The candidate secured 3 പേപ്പർ A, B, C. ഫസ്റ്റ് പേപ്പറിൽ എയിൽ 75%, 80% മാർക്സ് ഇൻ പേപ്പർ ബി ആൻഡ് 60% ഇൻ പേപ്പർ സി. ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. If the weightage assigned to papers A, B and C are 40%, 50% and 10% respectively, then find the weighted percentage of marks obtained by the candidate when all the 3 papers were taken together. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ഞാനൊരു വാല്യൂ അസ്യൂം ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല, കുഴപ്പമില്ല, കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, ഇത് ഏകദേശം ആവറേജ് പോലെ തന്നെയല്ലേ? ആവറേജ് തന്നെയാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേപ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ വെയിറ്റഡ് ആവറേജ് ഇത്രയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടലോട്ട് വരുമ്പോൾ അത് എത്രയാവുമെന്ന് അത്രേ ഉള്ളൂ. ആവറേജ് എന്ന് പറയുമ്പോൾ അത് ആരെക്കൊണ്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, അതായത് ടോട്ടൽ എടുക്കുക, ബൈ ഇവിടെ എത്രയുണ്ട് ഡിവൈഡ് ചെയ്യുക, കഴിഞ്ഞു സംഭവം. പക്ഷേ നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ കുറച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ അതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് JSM. അതായത് ഞാൻ ഒരു വാല്യൂ ആവറേജ് ആണെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യണം. അത് ഇവന്മാരിൽ തന്നെ ഉള്ളൊരു ചെറിയ വാല്യൂ ആണെന്ന് വിചാരിക്കുക. 60 ചെറിയ വാല്യൂ, കാരണം ചെറിയ വാല്യൂ എന്ന് വലിയ വാല്യൂയിലോട്ട് നമുക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവരുടെ കാര്യമല്ല, ഒരു ഭാഗം ആളുകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 60 നിന്ന് നമ്മൾ ഇവന്മാരിൽ ഓരോരുത്തരിലേക്കുള്ള ഡീവിയേഷൻ എടുക്കുകയാണ്. ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഡിഫറൻസ് വിത്ത് സിമ്പിൾ. അതായത് നോക്കിയടാ, 60 നിന്ന് 75, അതായത് 60 നിന്ന് 75ലേക്ക് എത്ര ഡിഫറൻസ്? 15 അല്ലേ? 15 കൂടുതലല്ലേ? അതുകൊണ്ട് +15. ഇനി 15 കുറവായിരുന്നെങ്കിലോ അത് -15 ആവും. +15 -15, മനസ്സിലായല്ലോ സംഭവം? അതാണ് ഡീവിയേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, +15 എത്ര ആൾക്കാർക്ക്? 40 വേണ്ട, നമുക്കവിടെ എന്ത് ചെയ്യാം, അവന്മാരുടെ റേഷ്യോ എടുക്കാം. അത് ഈ JSM ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അതായത് 0യും പെർസെൻറ്റേജൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4, 5, 1, അതായത് ടോട്ടൽ എത്രയുണ്ട്? 10 ആൾക്കാരില്ലേ? 4, 5, 1, 10 ആൾക്കാർ. അതായത് എത്ര ആൾക്കാർക്ക്? 4 ആൾക്കാർക്ക് 1. ഇനി രണ്ടാമത് 60 നിന്ന് 80ലേക്ക് 20 കൂടുതലല്ലേ? അപ്പോൾ +20 ആൻഡ് ദാറ്റ് ഈസ് ഫോർ 5 പീപ്പിൾ. ഓക്കെ, ഇനി 60 × 60 ഡീവിയേഷൻ ഉണ്ടാ? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാ? ഇല്ലല്ലോ, 0 അല്ലേ? 0 × 1 എന്താ? 0 തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉള്ള ഒരു വാല്യൂ തന്നെ എടുത്തത്. ഒരു സ്റ്റെപ്പ് കുറഞ്ഞ് കിട്ടി. ഓക്കെ, ഇനി ഇത് മൊത്തം എത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്? 10 ആൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാടെ. ഓക്കെ,
5 വെച്ച് ഞാൻ കട്ട് ചെയ്യാണ്. 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം, 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രാവശ്യം, ഇവിടുത്തെ 5 പോയി. ഇനി ഞാൻ 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 വട്ടം, ഇവിടെ 10. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തേ. 3 × 2 6, 3 × 2 6 പ്ലസ് 10 × 1 10 തന്നെ, അതായത് 60 പ്ലസ് 10 പ്ലസ് 6 എത്രയാ 76. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതായത് കുറച്ച് വാല്യൂസ് ഉണ്ടായിരുന്നു. ഈ വാല്യൂസിൻ്റെ ആവറേജ് കൂടി ചേർന്നിട്ട് എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നീ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ഓക്കെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ മൊത്തം 100% ആണല്ലോ. 40 + 50 + 10 100% ആണല്ലോ. എത്ര വെയിറ്റേജ് ഉണ്ടായിരുന്നു? 10. അതായത് 10 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നു വിചാരിച്ചേക്കാം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം തന്നെയാണ്. ആ എക്സാമിൽ 3 പാർട്ട് ABC എന്ന് പറഞ്ഞിട്ട്, എ പാർട്ടിൽ ഞാൻ 40% മാർക്ക് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. രണ്ടാമത്തതിൽ 50%, മൂന്നാമത്തതിൽ 10%. 10 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചേക്കാം. അല്ലെങ്കിൽ വേണ്ട, മൊത്തം 10 ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ 4 ക്വസ്റ്റ്യൻ, ആദ്യത്തെ പാർട്ടിൽ ഞാൻ 4 ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ 5, രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ 5 ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ 1 ക്വസ്റ്റ്യൻ. ആയിരിക്കില്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യുക? 75 × 4 80 × 5 60 × 1 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആൻസർ കിട്ടും. കുഴപ്പമില്ലല്ലോ. വേറെ വലിയ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. കുറച്ച് കാൽക്കുലേറ്റീവ് ആവില്ലേ, അതിനെ നമ്മൾ കുറയ്ക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മെത്തേഡുകൾ വേറെ മെത്തേഡുകൾ വരണം. എന്തുകൊണ്ടാണ്? നമുക്ക് ആൻസറിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമല്ലോ. ആൻസറിലേക്ക് എത്തിയാൽ മാത്രം പോരല്ലോ, ടൈം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലേ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോവാ. ദിസ് ഈസ് ഓൾസോ ലേണിംഗ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടാ. എലക്ഷൻ എക്സാമിനേഴ്സിന്, അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുമ്പോൾ എക്സാമിനേഴ്സിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അതായത് പെർസെൻറ്റേജിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 ഭാഗമുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ട പോലെ പ്രൈസ് കൺസംഷൻ സാധനം വരാറുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇവന നമ്മുടെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇലക്ഷൻ. നോക്കാം. In an election between 2 candidates, 10% of the voters in the voter list did not cast their vote, whereas 10% 10% വോട്ടേ ചെയ്തിട്ടില്ല. Whereas 10% of the votes were found to be invalid. Okay, the winning candidate got 56% of the valid vote and won the election at a margin of 1458 votes. ഓക്കെ, ടോട്ടൽ വോട്ട്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നോക്കാടെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സക്സസ് ചോദിച്ച് നോക്കാം. അതായത് 10% വോട്ടേഴ്സ് വോട്ട് ചെയ്തിട്ടില്ലല്ലോ. അതായത് എന്ത് സംഭവിച്ചു? 10 ന്ന് 9 ആയിട്ടുണ്ടാവുമല്ലോ. 10 ന്ന് 9 ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അത് കഴിഞ്ഞ് വേറെന്ത് സംഭവിച്ചു? എഗെയിൻ 10% വോട്ട് ഇൻവാലിഡ് ആയിരുന്നു, അതായത് 10:9 ആയി. ഓക്കെ, ഇനി വിന്നർക്ക് 56%, വിന്നർക്ക് 56%, അതായത് വാലിഡ് വോട്ട്സിൻ്റെ 56% കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൂസർക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? എന്ത് ചോദ്യമാണ് സാർ, 44% ആയിരിക്കില്ലേ? അല്ലേ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ 100% വാലിഡ് വോട്ട്സ് ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയടാ, ഇവന്മാർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എത്രയാ? 12 അല്ലേ? ഈ 12%, അതായത് ഈ 12 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറഞ്ഞു തന്നേക്കണത്? മെജോറിറ്റി എന്ന് പറയുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിലും ചില ആൾക്കാർക്ക് ഈ ഒരു കോൺസെപ്റ്റ് അങ്ങ് ചില സമയങ്ങളിൽ നമ്മൾ വേറെ രീതിക്ക് വിചാരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നറിന് കിട്ടിയ വോട്ട്സിൻ്റെ എണ്ണമാണ് മെജോറിറ്റി. അല്ല, നമ്മൾ രണ്ടുപേരും കൂടിയിട്ട്, അതായത് ഞാനും നീയും കൂടി ഒരു ഇലക്ഷന് നിൽക്കുകയാണ്. നീ ജയിച്ചു എന്ന് വിചാരിച്ചോ, നിനക്ക് എന്നെക്കാളും എത്ര വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ അതാണ് എന്തെന്ന് പറയണത്? എന്ത് മെജോറിറ്റി എന്ന് പറയണത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ 3/25 ആണല്ലോ.
കൊണ്ടുവരാം. 25 3. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യണോ? മൾട്ടിപ്ലൈ ചെയ്യേണ്ട, കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 1 4 5 8. ഓക്കെ, നോക്കാടെ. ഓക്കെ, 9 into 9 81. 81 into 3 243 വരുമല്ലോ. ഈ 243 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയണത്? 58 എന്ന് പറയണത്. ഓക്കെ, അതായത് ആലോചിച്ച് നോക്കിയേ, യൂണിറ്റ് ഡിജിറ്റ് 3 വരുന്നൊരു നമ്പറിൻ്റെ കൂടെ ഞാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂണിറ്റ് ഡിജിറ്റ് എനിക്ക് 8 കിട്ടുക? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 243 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2430, 2430 ആണല്ലോ. അതുവരെ പോകേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? അതുവരെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ആണല്ലോ. അപ്പോൾ അതിന് താഴെയുള്ള നമ്പർ, അതായത് യൂണിറ്റ് ഡിജിറ്റ് എത്ര വരുമായിരിക്കും? അതേ വരുള്ളൂ. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 3 വരുന്നൊരു നമ്പറിൻ്റെ കൂടെ ഞാൻ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 8 വരണമെങ്കിൽ ഞാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമായിരിക്കും? 6. 3 into 6 18. വേറെ ഏതെങ്കിലും നമ്പേഴ്സിൽ വരുമോ? തോന്നുന്നില്ല. ഓക്കെ, നോക്കിയേ, അപ്പോൾ 6 വെച്ചായിരിക്കും. 6 ആയിരിക്കും. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യുക? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് 100 600 into 25. 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ? പകുതിയുടെ പകുതി എടുക്കുക. 600ൻ്റെ പകുതി എത്രയാ? 300. 300ൻ്റെ പകുതി എത്രയാ? 150. അവനൊരു 2 0 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 15,000 വിൽ ബി യുവർ ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, EMI യോ? നോക്കാം. ഇൻ January 2022 Kriti paid an EMI which was 22% of her monthly salary. She spent the remaining salary on shopping and groceries and clothes in the ratio 7:5. She spends rupees 18,200 on shopping of clothes. If in February 2022 the salary increased by 16%, then what was the salary in February? ഓക്കെ, കൃതിക്ക് എന്ത് ചെയ്തു? 22, അവളുടെ സാലറിയിൽ 22% EMI ആയിട്ട് അടച്ചു. അത് കഴിഞ്ഞിട്ട് അവളുടെ സാലറിയുടെ ബാക്കി 7:5 റേഷ്യോയിൽ എന്തൊക്കെയായിരുന്നു? ഗ്രോസറീസിനും ഷോപ്പിങ്ങിനും കൊടുത്തു. ചിലവാക്കി. ഓക്കെ, ക്ലോസിൽ 18,200 റുപ്പീസ് ചിലവായെങ്കിൽ, ചിലവായി. അത് കഴിഞ്ഞിട്ട് ജനുവരിയിലാണ് ഈ സംഭവം. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എന്ത് സംഭവിച്ചു? 16% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ സാലറി എത്രയാണെന്ന്? കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലേ? കാൽക്കുലേറ്റീവ് ആണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, നോക്കിയടാ, 18,200 രൂപയാണല്ലോ. 18,200 രൂപയാണല്ലോ എവിടെ? ക്ലോത്ത്സിന് ചിലവാക്കിയേക്കണത്. ഷോപ്പിംഗ് ഓഫ് ക്ലോത്ത്സ് ആണല്ലോ. ഇവനെ ഞാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. ഇത് 12 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 7 + 5 12 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? അവളുടെ സാലറിയുടെ 88% ആയിരിക്കും എന്ന് ഞാൻ പറയണോ? തോന്നണല്ലേ? EMIക്ക് 22% ചിലവാക്കിയല്ലോ. ബാക്കിയുള്ളത് എത്രയാ? 88% അല്ലേ? എത്ര? 88%. ഈ 88% ആയിരിക്കുമല്ലോ ഈ പുള്ളിക്കാരി കൃതി ഗ്രോസറീസിനും ക്ലോത്ത്സിനും വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ടാവുക. 7:5 റേഷ്യോയിൽ ആയിരിക്കുമല്ലോ അല്ലേ? അതല്ലേ ഞാനിവിടെ കണ്ടുപിടിച്ചേക്കണേ. 5 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ ഞാൻ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇതെന്താണ്? 88% ആയിരിക്കും അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്താ? ഇവനെ ഞാൻ 88 വെച്ച് ഡിവൈഡ് ചെയ്തു, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു.
കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? 16% ഇൻക്രീസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. 16% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താവും? 4 യൂണിറ്റ് കൂടിക്കഴിഞ്ഞാൽ 29/25 ആവും. ഓക്കെ, നമുക്ക് ഇവന്മാരെ കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 25 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 4 ടൈംസ്, 4 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 22, 11 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ലേ? അല്ല. ഓക്കെ, 12 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മുകളിൽ 6 എന്ന് വരും, താഴെ 11 എന്ന് വരും. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ? ഓക്കെ, 5ലേക്ക് വരാം. അതിനു മുമ്പ് വേറെ ആരെങ്കിലും 11 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 11, 72 ഇല്ല. ഓക്കെ, ശരി, 5 വെച്ച് കട്ട് ചെയ്യാം. 18നകത്ത് 3 ടൈംസ്, ബാക്കി 3, 32 എന്ന് പറയുമ്പോൾ 6, ബാക്കി 4, 3, 6, 4, 0. ഓക്കെ, നോക്കിയടാ, ഈ കാണുന്ന നമ്പേഴ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി 33 ഇല്ല. ഓക്കെ, ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ കാണുന്ന നമ്പർ 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണമല്ലോ. ഈ നമ്പേഴ്സിൽ ആരൊക്കെയാണ് 6ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരണേ? അതായത് ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയേ. 7 + 2 9, 9 + 5 14. ഇല്ല. 6ൻ്റെ ഡിവിസിബിലിറ്റി ഉണ്ടാ? ഇല്ല, അതിനകത്തില്ല. ഓക്കെ, 6, 6, 12, 3, 5, 8 ഉണ്ടാ ഡിവിസിബിലിറ്റി? അവിടെയും 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. 6 + 4 10, 15, 25 വരുമോ? അതായത് 6 + 4 10, 19, 19 + 6 25 ഇല്ലല്ലോ, വരില്ലല്ലോ. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? 6, 8, 5, 2, 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവനെ മൾട്ടിപ്ലൈ ചെയ്ത് സംഭവം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആൻസർ കിട്ടുമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ അത്രയും ചെയ്യാൻ തന്നില്ല. നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിവിസിബിലിറ്റി എന്നൊരു ടോപ്പിക്ക് ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട്, നമ്പർ സിസ്റ്റം ചാപ്റ്ററിനകത്ത്. അത് ഞാൻ അങ്ങ് ചെക്ക് ചെയ്തു. അതായത് 6ൻ്റെ ഡിവിസിബിലിറ്റി എന്താ? ആ നമ്പർ 2 വെച്ചും 3 വെച്ചും ഡിവിസിബിൾ ആയിരിക്കണം. ഇതിനകത്ത് എല്ലാ നമ്പേഴ്സും 2 വെച്ച് ഡിവിസിബിളാണ്. കാരണം എന്താ? എല്ലാം ഈവൻ നമ്പേഴ്സാണ്. ഇനി ഞാൻ 3യുടെ ഡിവിസിബിലിറ്റി നോക്കിയപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ടാ? അവിടെയും ഇല്ല. പിന്നെ ഉള്ളത് ഇവൻ മാത്രം. ആൻസർ കിട്ടി, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് നോക്കാം. നോക്കിയേ, കൃതി എന്ത് ചെയ്തു? 18,200 റുപ്പീസ് ചിലവാക്കി. ഇതിൻ്റെ വാല്യൂ ക്ലോത്ത്സ്, അതായത് ഈ 5 യൂണിറ്റിൻ്റെ വാല്യൂ ആയിരിക്കുമല്ലോ 18,200. 18,200 by 5 into 12 ചെയ്യുന്നു ഞാൻ. ഓക്കെ അല്ലേ? കാരണം എന്താ? നോക്കിയടാ, 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണല്ലോ ഇത്. ഞാനെനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 7 + 5 12 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കൃതിയുടെ 22 പോയി കഴിഞ്ഞാൽ ബാക്കി 78% വാല്യൂ ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? ആലോചിച്ച് നോക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയടാ, 22% EMIയിൽ പോയല്ലോ, ബാക്കിയുള്ള എത്ര? 78. ഈ 78% ഈ റേഷ്യോയിൽ പോണത് അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഇവനെ 78 വെച്ച് ഡിവൈഡ് ചെയ്തു, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എനിക്ക് എന്ത് കിട്ടി? അവളുടെ ടോട്ടൽ സാലറി എത്രയാണെന്ന് കിട്ടി. എപ്പോൾ? ജനുവരി മാസത്തെ. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? 16% ഇൻക്രീസ് ചെയ്യുക. 16% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/25, അതായത് 25 എന്നത് 29 ആവും. ഡിവൈഡഡ് ബൈ 25, സോറി
29. ഓക്കെ, നമുക്കിനി കട്ട് ചെയ്യേണ്ട ആൾക്കാരെയൊക്കെ കട്ട് ചെയ്യാം. 25 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 4 പ്രാവശ്യം 4 വെച്ച് 78 കഴിയാമല്ലേ? ഓക്കെ, നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, വേണ്ട. എത്ര വെച്ച് കട്ട് ചെയ്യാം ഇവനെ? 13 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിലോ? 13 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6 ടൈംസ് ഒന്ന് വരുമല്ലോ. 13 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രാവശ്യം, ബാക്കി 52 14 എന്ന് വരും. 1400. ഓക്കെ, 6 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിൽ 2 ടൈംസ്. 5 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 14 28 280. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ല. ബാക്കിയുള്ളവന്മാരൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്? 280 ഇൻറ്റു 2 വേണ്ട, അത് ഞാൻ മൊത്തത്തിലെടുക്കുകയാണേ. 2 × 4 8 ഇൻറ്റു 29. ഓക്കെ, ഇനി നോക്കിയടാ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആൻസർ കിട്ടും. കുഴപ്പമൊന്നുമില്ല. എനിക്കിവിടെ യൂണിറ്റ് ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാവരുടെയും 0 വരുന്നുണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഈ നമ്പറിൽ 8 ഇല്ലേ? 8ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. 8ൻ്റെ ഡിവിസിബിലിറ്റി എന്താ? അവസാനത്തെ 3 ഡിജിറ്റ് എനിക്ക് 8 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ അതായിരിക്കും എൻ്റെ ആൻസർ, അല്ലേ? നോക്കിയേ, 0 വിട്ടു കേട്ടോ, കാരണം ഇവിടെ എന്തൊക്കെയായാലും ഒരു 0 വരണുണ്ടല്ലോ. അതുകൊണ്ട് ആ 0 മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവന്മാരുടെ കാര്യം നോക്കിയാൽ മതി. 0 2 5 8 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ലല്ലോ, അത് പോയി. 6 3 5 8 വെച്ച് 5 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാനാ? 8 5 2 8 വെച്ച് ഡിവിസിബിൾ ആണോ? 80 ബാക്കി 52 അല്ലേ? ഡിവൈഡ് ചെയ്യാൻ പറ്റൂലല്ലോ. ഓക്കെ, 4 9 6 49 48 എടുത്തു കഴിഞ്ഞാൽ ബാക്കി റിമൈൻഡർ 116 ഡിവിസിബിൾ ആണല്ലോ. ഓക്കെ, നമ്മുടെ ആൻസർ എന്താ? 6490 എന്ന് വരും. എനിക്ക് പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആൻസർ കിട്ടുമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. എന്താ, ചെറിയൊരു ഹാക്ക്. നമ്മൾ വേറെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഇവിടെയും കൂടെ അപ്ലൈ ചെയ്യുന്നു. അതാണ് ശരിക്കും എക്സാമിനേഴ്സ് ഉദ്ദേശിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നല്ലപോലെ ആലോചിക്കുന്നു എന്നുള്ളത്. ഇതെല്ലാ സമയങ്ങളിലും എല്ലായ്പ്പോഴും എല്ലാവർക്കും വന്നോളണമെന്നില്ല കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ എന്താ പറയുക, ആ ഒരു എക്സാമിൻ്റെ ആ പ്രഷറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇരുന്നിങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യും. സംഭവിക്കുക സ്വാഭാവികം, കാര്യമാക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. The ratio between monthly income and expenditure of Vaidik is 8:5. If his income increases by ഇത് പല ആൾക്കാരും പല രീതിയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊരു സാധനം പറ, അറിയാത്ത ആൾക്കാർ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോടാ. അതായത് നമ്മുടെ ഇൻകം ഉണ്ട്, എക്സ്പെൻഡിച്ചറിന് നമുക്ക് കണ്ടുപിടിക്കേണ്ട സേവിങ്സ്. ഓക്കെ, ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ എന്താ? 8:5 ആണല്ലോ. 8:5 ആണല്ലോ. അതായത് മൊത്തം 8 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് 5 രൂപ അവൻ ചിലവാക്കും. ബാക്കി എത്ര രൂപ ഉണ്ടാവും? 3 രൂപയില്ലേ? 3 രൂപയില്ലേ? ഓക്കെ, ഇനി നോക്കിയേ, ഇൻകം എത്ര പെർസെൻറ്റേജ് കൂടി? 20% കൂടിയല്ലോ. ഓക്കെ, എക്സ്പെൻസ് എത്ര കൂടി? 30% കൂടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ശതമാനം കൂടുന്നതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്കൊരു വാല്യൂ അസ്യൂം ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 50 30 ഞാൻ അസ്യൂം ചെയ്ത് കൊടുക്കുക. ഇവിടെ 20% കൂട്ടി, ഇവിടെ 30% കൂട്ടി, അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വേറൊരു സാധനം പറഞ്ഞു തരട്ടെ. ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്തോ. 8 × 20 160. 5 × 30 150. അതായത് സെയിം റിലേഷൻ തന്നെ. എക്സ്പെൻസും സേവിങ്സും കൂടെ ആഡ് ചെയ്താലാണല്ലോ എനിക്ക് എൻ്റെ ഇൻകം കിട്ടുക. അതായത് എക്സ്പെൻസും സേവിങ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എത്ര കൂടെ വരണം? 10 കൂടെ വരണം. ഇവിടെ നോക്കിയേ, നമ്മൾ മൾട്ടിപ്ലൈ അല്ലേ ചെയ്തത്.
അതായത് ഇവിടെ ഒരു എക്സ് എന്നൊരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ 3x ആണല്ലോ 10. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ 10/3, അതായത് 3 1/3%. ഇവിടെ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളിവിടെയും പെർസെൻറ്റേജ് വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പോരാണ്ട് ഓക്കെ ഇതെവിടെ ഇപ്പോൾ ഇൻക്രീസും ഡിക്രീസും അല്ലേ, പ്ലസ് അല്ലേ സിമ്പിൾ വന്നേക്കണേ. അപ്പോൾ എന്താ ഇൻക്രീസ്, എവിടെ സാധനം എവിടെ? ചില കേസുകളിൽ ഇതേപോലെ മൈനസ് വരുന്നുണ്ട്. മൈനസ് വന്നാൽ എന്താ ആ ഡിക്രീസ് ആണ്, പ്ലസ് വന്നു ഇൻക്രീസ് ആയി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സുഹാനി പേസ് ടാക്സ് at the rate 30% on her entire income of 90,000 rupees. Okay. And Ritika pays 40% on her entire income on Y%. Okay, Y rupees. If the total rate of tax on their കമ്പൈൻഡ് ഇൻകം ബിക്കംസ്. ഓക്കെ നോക്കിയടാ, നമ്മുടെ രണ്ടാൾക്കാരുണ്ടല്ലോ, സുഹാനി ഉണ്ട് ഋതികയുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ടോട്ടലും ഓക്കെ. സുഹാനിക്ക് എത്ര രൂപയുണ്ട്? 90,000 റുപ്പീസ് ഉണ്ട്. ഓക്കെ ഇവിടെ ടാക്സ് പെർസെൻറ്റേജ് എത്ര? 30% ആണ്. ഓക്കെ നമ്മുടെ ഋതികയ്ക്ക് Y റുപ്പീസ് ഉണ്ട്, അവിടെ ടാക്സ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടാ 40%. ഓക്കെ കമ്പൈൻഡ് എത്രയാ? 37%. നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത ഒരു മെത്തേഡ് ഉണ്ടല്ലോ JSM നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യൻ എവിടെ പോയി? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ സബ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ടോട്ടലിലേക്ക് പോയി. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ടോട്ടലിൽ നിന്ന് സബിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം. കണ്ടുപിടിക്കേണ്ട വാല്യൂ മുകളിലും, അത്രേ ഉള്ളൂ ആ ഡിഫറൻസ്. ഓക്കെ നോക്കിയടാ, നമുക്ക് എന്തൊക്കെയായാലും ആവറേജ് തന്നിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ അവിടെ ആവറേജ് കണ്ടുപിടിച്ചു, ഇവിടെ നമ്മൾ ആവറേജ് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട, ഇനി പുതിയതായിട്ട് ഒന്നും അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ എത്രയാ? 37 നിന്ന് -7 അല്ലേ? -7 അല്ലേ? എത്ര ആൾക്കാർക്ക്? 90,000-ന്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് ഇവിടെയാണ് -17. ഓക്കെ ആണ്. അത് ഈ കേസിലോട്ട് വരുമ്പോൾ എന്താവും? +7 ആവുമെന്ന് വിചാരിച്ചേക്കാം. അത് അങ്ങനെയാണ് കഥ. 90,000 ആൻഡ് ഇറ്റ് ഗോസ് ഫോർ 40% ആണല്ലോ. കട്ട് ചെയ്തോടെ. കട്ട് ചെയ്യുകയാണെങ്കിൽ 4 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 88, 22, ബാക്കി 5, 0. ഓക്കെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര വരും? ഓക്കെ 35. യൂണിറ്റ് 5 വരുന്ന ഒന്നുമില്ലല്ലേ? 30. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. സുഹാനി പേസ് ടാക്സ് at the rate 30% on her entire income of 90,000. 30% income tax. Okay. And Ritika pays tax rate of 40% on her entire income of Y rupees. If the total rate of tax on their combined income is 37%, then what is the value of Y? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ എന്തോ വലിയ സംഭവം പോലെ തോന്നുന്നുണ്ടല്ലേ? എനിക്കും തോന്നി. ഓക്കെ നോക്കിയടാ, ഋതികയ്ക്ക് 30% ആണല്ലോ. ഋതികയ്ക്ക് 30%, അതുപോലെ സുഹാനിക്ക് 30%, ഋതികയ്ക്ക് 40%, രണ്ടുപേർക്കും കൂടിയിട്ട് 37%. നോക്കിയടാ, രണ്ട് വാല്യൂസ് ഉണ്ട്. ഈ രണ്ട് വാല്യൂസും കൂടെ മിക്സ് ആയിട്ട് പുതിയൊരു വാല്യൂ ഉണ്ടായി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുക? ഏതാ പറ കേൾക്കട്ടെ, ഏതാ? അലിഗേഷൻ. നോക്കിയേ, സുഹാനിയുണ്ട്, കളർ മാറ്റാം. സുഹാനിയുണ്ട്, ഋതികയുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും എത്ര പെർസെൻറ്റേജാ? 30%ഉം 40%ഉം രണ്ടും കൂടെ മിക്സായി 37 ആയല്ലോ. അങ്ങനെയാണെങ്കിൽ അലിഗേറ്റ് ചെയ്തോ. എത്രയാ? 7. എത്രയാ? 3.
സുഹാനിക്കാണല്ലോ 90,000. 90 എന്ന് വയ്ക്കുക. എത്ര ടൈംസാ? 3 ടൈംസ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 21 210 210. അതേ ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സ് പെർസെൻറ്റേജ് ഓഫ് 280 is equal to 15% of 240 and 20% of 310. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുക. ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. ഓക്കെ, നോക്കിയടാ. 24ൻ്റെ 15%. 24ൻ്റെ 10% എത്രയാ? സോറി, 240ൻ്റെ 10% എത്രയാ? 24. 5% എത്രയാ? 12. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 36 എന്ന് വരും. ഓക്കെ, അപ്പുറത്ത് 20% ഓഫ് 310. 10% എത്രയാ? 31 ആയിരിക്കുമല്ലോ. അപ്പോൾ 20% എത്രയാ? 62. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര വരും? 98 എന്ന് കിട്ടുമല്ലോ. ഓക്കെ, 98 280യുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് 7 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 14 താഴെ 40 എന്ന് വരും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2.5. ഓക്കെ, ഞാനിവനെ 5/2 എന്നെടുക്കുക. 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 × 5 35%. അടുത്ത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ആൻ എലക്ഷൻ 2% person enrolled in the voters list did not. ഓക്കെ, 2% ആൾക്കാർ വോട്ട് ചെയ്തിട്ടേ ഇല്ല. 500 votes were invalid. എ ബി രണ്ടാൾക്കാരാണ് ഇലക്ഷനിൽ ഉണ്ടായിരുന്നത്. എ ഡിഫീറ്റഡ് ബി ബൈ 200 votes, അതായത് മെജോറിറ്റി. 43% ഇൻ ഫേവർ ഓഫ് എ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കാസ്റ്റ് ചെയ്ത വോട്ട്സിൻ്റെ എണ്ണമാണ് ചോദിച്ചേക്കണത്. ഓക്കെ, നോക്കിയടാ, ആലോചിച്ച് നോക്കിയേ. ടോട്ടൽ വോട്ട്, അതായത് ഒരു ഇലക്ഷനിലുള്ള മൊത്തം എത്ര വോട്ടുണ്ടോ അതെന്ന് പറയണത് ഇൻവാലിഡ് വോട്ടും വാലിഡ് വോട്ടും എല്ലാം കൂടെ ചേർന്നുള്ളതല്ലേ. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോട്ട് കിട്ടുമല്ലോ. അതായത് ആലോചിച്ച് നോക്കിയേ, അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഈ 2% ഉണ്ടാവില്ലേ? ഓക്കെ, അതേതാ? വോട്ട് ചെയ്യാത്ത ആൾക്കാർ, അവരും അവിടെ ഉള്ളവരാണല്ലോ. പ്ലസ് ആ ഇൻവാലിഡായി പോയ 500 വോട്ട്, പ്ലസ് എക്ക് കിട്ടിയ 43% വോട്ടുണ്ടല്ലോ. ഓക്കെ, എക്ക് 43% വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 43 - 200 വോട്ട് ശതമാനം, സോറി, അത്രയും വോട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? 43% മൈനസ് 200 വോട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? സോൾവ് ചെയ്തോളെ. 43 86 88 പ്ലസ് 300, അതായത് 500ഉം - 200ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 300 എന്ന് വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ വോട്ട്. അതായത് 100% എനിക്ക് പറയാൻ പറ്റില്ലേ? അതായത് നോക്കിയടാ, ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ, 12% വാല്യൂ ആണ് എന്ത്? 300 എന്ന്. കാരണം 88ൻ്റെ കൂടെ ഞാൻ 300 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 100 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 300ൻ്റെ വാല്യൂ എന്തായിരിക്കും? ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ 1% വാല്യൂ എന്തായിരിക്കും? 1% വാല്യൂ എന്തായിരിക്കും? നോക്കി, കട്ട് ചെയ്യുകയാണെങ്കിൽ 2 പ്രാവശ്യം 6 25 എന്ന് വരും. അപ്പോൾ ടോട്ടൽ വോട്ടിൻ്റെ എണ്ണം 2500 എന്ന് വരും. അതാണോ നമ്മുടെ ആൻസർ? അല്ല. കാരണം എന്താ? ടോട്ടൽ കാസ്റ്റഡ് വോട്ട്സ് ആണ് നമുക്ക് ചോദിച്ചേക്കണത്. എത്ര വോട്ട് കുത്തിയിട്ടുണ്ടെന്ന്. 2500-നേക്കാളും ചെറിയ വ്യത്യാസത്തിലുള്ളത് ഇവനല്ലേ, അവൻ തന്നെ ആയിരിക്കും ആൻസർ. ഇനിയിപ്പോൾ അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. അതായത് 2500ൻ്റെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 25 ആയിരിക്കും. അപ്പോൾ 2% 50 മൈനസ് ചെയ്യ്, എത്രയാ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എ മാനുഫാക്ചറിങ് കമ്പനി manufactured X number of masks in 2018. It increased its manufacturing capacity by 30% in 2019 and then increased its manufacturing by 15% in 2020 and 21. 40% declined. Okay, what will be the value of X if 17,940 masks are manufactured in 2021? Okay, നോക്കിയേ, ഇങ്ങനെ കൂട്ടി പോവാണല്ലോ. ഏതാ സംഭവം? ഇത്
സക്സസീവ് അല്ലേ? അതായത് നോക്കിയാൽ 2018-19 30% കൂടി 10:13 ആയിരിക്കുമല്ലോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് then it increased its manufacturing by 15%. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/20 അല്ലേ? അപ്പോൾ 20:23. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? 40% ഡിക്ലൈൻ സംഭവിച്ചു. അതായത് 2 കുറഞ്ഞ് 5:3 ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. കട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനകത്ത്? ഇല്ല, ഓപ്ഷൻസ് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ. ഇതിൻ്റെ വാല്യൂ ആണ് 179400. 13 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം, 13 ബാക്കി 4, 39. അതായത് 3 ടൈംസ് ബാക്കി എത്രയുണ്ട്? 10. 104 എത്രയാ? 6 അല്ലേ? ഓക്കെ. 104 എത്രയാ? 6. 1 6 വന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. 13. 8 അല്ലേ? 13800. ഓക്കെ. 3 വെച്ച് കട്ട് ചെയ്ത് നോക്കാം. 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ടൈംസ് ബാക്കി എത്രയുണ്ട്? 14600. ഓക്കെ. 23 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 200 എന്ന് വരും. കഴിഞ്ഞല്ലോ. അതായത് 5 × 20 100, 100 × 10 1000. അതായത് 1 2 3 0 കൂടി അല്ലേ? കാൽക്കുലേഷൻസിൽ കുറച്ച് മിസ്റ്റേക്ക് വരുത്തിയല്ലേ, കയ്യിൽ നിന്ന് പോയി നൈസായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, in an election between two candidates, 12% of the voters did not cast their vote. The winner, by obtaining 68% of the total votes, defeated his contestant by 2880 votes. What was the total number of voters who cast their votes in the election? ഓക്കെ. ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ്. ഓക്കെ. നോക്കിയടാ, 12% വോട്ട് ചെയ്തിട്ടില്ല. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ. ഓക്കെ. ടോട്ടൽ വോട്ട് ഏകദേശം അടുത്തടുത്ത് കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും നമ്മുടെ ആൻസർ എന്ന്. നോക്കാം. ഓക്കെ. 12% വോട്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 68% വിന്നറിന് കിട്ടി. ലൂസർക്ക് 68% മൈനസ് 2880 ആയിരിക്കുമല്ലോ. ആഡ് ചെയ്ത് നോക്കാം. 68, 70, 90, 150, 158. അതായത് 100% എന്ന് പറയണത് 158 മൈനസ് 2880 ആണെന്ന്. ആഡ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് പറ്റിയ 120, 130, 140, 148 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 48%-ൻ്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് പറയാൻ പറ്റും? 2880 എന്ന് പറയാൻ പറ്റില്ലേ? അപ്പോൾ 1%-ൻ്റെ വാല്യൂ എന്താ? ഓക്കെ. 48. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. 12 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 4 പ്രാവശ്യം, 12 2 48, 4 പ്രാവശ്യം. ഓക്കെ. 4 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 1%-ൻ്റെ വാല്യൂ 60 എന്ന് വരും. അപ്പോൾ 100% എത്ര? 2 0 കൊടുത്തു കൊടുക്കുക. 6000. ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതല്ല നമ്മുടെ ആൻസർ. ഹൂ കാസ്റ്റ് ദെയർ വോട്ട്സ് ഇൻ ദ ഇലക്ഷൻ. ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ്. 6000 നിന്ന് കുറച്ച് കുറവ്. അതേ വരുള്ളൂ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. In an election between two candidates,
the defeated candidate secured 42% of the valid votes and lost the election by ഇത്ര എന്താ മെജോറിറ്റി 7,68,000 ആണ് മെജോറിറ്റി. ഇഫ് 82,560 votes were declared invalid and 20% of the people did not cast their vote, then the invalid votes were what percentage of the votes which people did not cast. 42% വോട്ട് ലൂസർക്ക് പോയി എന്നാണ് പറയണത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നോക്കിയടാ, 42% ലൂസർക്ക് പോയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിന്നർക്ക് എത്ര പോയിട്ടുണ്ടാവും? 58% പോയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ അല്ലേ? ഇവന്മാർ തമ്മിലുള്ള മെജോറിറ്റിയാണ് ഇത്രയെന്ന് പറഞ്ഞേക്കണത്, 7,68,000 എന്ന് പറഞ്ഞേക്കണത്. ഓക്കെ, ഇതിനകത്ത് ഇൻവാലിഡ് വോട്ട് ഇത്രയുണ്ട്, 20% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻവാലിഡ് വോട്ട്, അതായത് ഈ കാണുന്നവൻ ഇൻവാലിഡ് വോട്ട് കാസ്റ്റ് ചെയ്യാത്ത വോട്ടിൻ്റെ എത്ര ശതമാനമാണെന്ന്. ഇൻവാലിഡ് വോട്ട് കാസ്റ്റ് ചെയ്യാത്ത വോട്ടിൻ്റെ എത്ര ശതമാനമാണെന്ന്. കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ വിന്നർക്ക് 58%, ലോസർക്ക് 42%. എന്തിൻ്റെ? വാലിഡ് വോട്ട്സിൻ്റെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മെജോറിറ്റി എത്രയാണ് നോക്കി? 16% ആയിരിക്കുമല്ലോ. ഈ 16% ആയിരിക്കില്ലേ 7,00,000 എന്ന് പറഞ്ഞേക്കണത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, 7,68,400 എന്ന് പറയണത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1% വാലിഡ് വോട്ട്സ് എത്രയെന്ന് കിട്ടുമല്ലോ. 1% വാലിഡ് വോട്ട്സ് ഇൻറ്റു 100 ചെയ്യാണ്. അപ്പം എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ വാലിഡ് വോട്ട്സ് കിട്ടും. ഇതിൻ്റെ ഒപ്പം 82,560 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഈ പറയണ പോലെ അവിടെയുള്ള ടോട്ടൽ വോട്ടിൻ്റെ എണ്ണം കിട്ടും. കാരണം ആലോചിച്ച് നോക്കിയേ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള വാലിഡ് വോട്ട്സിൻ്റെ എണ്ണം കിട്ടും. ഇവനാരാ? ഇൻവാലിഡ് വോട്ട്സ് അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അവിടെ കാസ്റ്റ് ചെയ്ത വോട്ട്സിൻ്റെ എണ്ണം കിട്ടില്ലേ? സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, 16 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 4 പ്രാവശ്യം 64, ബാക്കി എത്രയുണ്ട്? 12. 128-നകത്ത് 8 പ്രാവശ്യം, ബാക്കി ഇല്ല, റിമൈൻഡർ ഒന്നുമില്ല, 4-നകത്ത് പോവില്ല. 40-നകത്ത് 2 പ്രാവശ്യം, അതായത് 32. 8 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് എൻ്റെ വാലിഡ് വോട്ട്സ് എന്ന് എനിക്ക് കിട്ടും. എടുത്ത് എഴുതിയേക്കുവാണ്. 4,80,000 48 lakh ആണോ? അല്ല, 4,80,000 480 4802500 എന്ന്. ഓക്കെ, ഇതിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവന്മാർ നമ്മുടെ ഇൻവാലിഡ് വോട്ട്സ് കൂടെ ആഡ് ചെയ്യാണ്. അതും കൂടെ ആഡ് ചെയ്ത് നോക്കാം. 2560 ആഡ് ചെയ്യുമ്പോൾ 0 6 10 5 8 48. ഇതാണ് എൻ്റെ ടോട്ടൽ വോട്ട്സിൻ്റെ എണ്ണം. ഓക്കെ അല്ലേ? ടോട്ടൽ വോട്ട്സിൻ്റെ എണ്ണം ഇതാണ്. ഓക്കെ, നമുക്കിനി എന്താ വേണ്ടത്? കാസ്റ്റ് ചെയ്യാത്ത വോട്ടിൻ്റെ എണ്ണം, ഇൻവാലിഡ് വോട്ടിൻ്റെ എത്ര ശതമാനം, ഇൻവാലിഡ് വോട്ട് കാസ്റ്റ് ചെയ്യാത്ത വോട്ടിൻ്റെ എത്ര ശതമാനമാണെന്ന്. ഓക്കെ, നോക്കാം. ഇത് നോക്കിയടാ, ഇവിടെ നമ്മളൊരു ചെറിയ സാധനം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓക്കെ നോക്കിയേ, നമ്മുടെ ഈ ചെയ്തിരിക്കുന്നത് നമുക്ക് ടോട്ടൽ വോട്ട്സ് കിട്ടിയല്ലോ. ടോട്ടൽ വോട്ട്സ് മീൻസ് കാസ്റ്റ് ചെയ്യപ്പെട്ട വോട്ട്. കാസ്റ്റ് ചെയ്തിട്ടുള്ള വോട്ട്സ് എത്ര? 80% അല്ലേ? അപ്പോൾ അല്ലേ നോക്കി, കാസ്റ്റ് ചെയ്യാത്ത വോട്ട് എത്രയായിരിക്കും? 20% ആയിരിക്കും അല്ലേ? ഇവന്മാർ തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ 4:1 എന്ന് വരുമോ? അതായത് എന്താ, ഇതിൻ്റെ 1/4 എന്തായിരിക്കും? നമ്മുടെ കാസ്റ്റ് ചെയ്യാത്ത വോട്ട്സ് ആയിരിക്കുമെന്ന്.
ഓക്കെ ആണോ? 4 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ആവശ്യം? 12 ടൈംസ് 84 എന്ന് പറയുമ്പോൾ 21, ബാക്കി റിമൈൻഡർ 1, 2 ടൈംസ് 2, 24, 6 ആൻഡ് അഗെയിൻ 2, 5 എന്ന് വരും. ഇതാണ് എന്ത് 1 2 2 1 2 6 5 എന്ന് പറയുന്നതാണ് എന്ത് കാസ്റ്റ് ചെയ്യാത്ത വോട്ടിൻ്റെ എണ്ണം. ഓക്കെ ആണോ? കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടായിരിക്കും, പക്ഷേ ഒന്നുകൂടെ പറയാം. ഇനി നമ്മുടെ 82,560 എന്ന് പറയണത് ഇതിൻ്റെ, അതായത് കാസ്റ്റ് ചെയ്യാത്ത വോട്ട്സിൻ്റെ എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പണിയാവും. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു ചെറിയ ഹാക്ക് നോക്കിയേ. ഇതിൻ്റെ ഈ വാല്യൂവിൻ്റെ, അതായത് കാസ്റ്റ് ചെയ്യാത്ത വോട്ട്സിൻ്റെ 10% എന്ന് പറയുന്നത് ഇത്രയാണല്ലോ, 12216.5. 10%ത്തെക്കാളും വലിയ വാല്യൂ, ഐ മീൻ വളരെ ചെറിയ വാല്യൂ അല്ലേ ഇത്? വളരെ വളരെ ചെറിയ വാല്യൂ 10%ത്തെക്കാളും അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ 8,000ഉം 2,000ഉം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവന്മാർ രണ്ടുപേരും ഏകദേശം നോക്കിയടാ 2 എന്നും 30 എന്നും വരണ പോലത്തെ ഒരു റേഷ്യോ വരും. കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 4 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. 82560 ഏകദേശം അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6.8% എന്ന് കിട്ടും. മേ ബി പറഞ്ഞ കാര്യങ്ങൾ അത്രത്തോളം ക്ലിയർ ആയി കാണില്ല, അതുകൊണ്ട് തന്നെ ഞാനിത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ, 42% ആർക്കാ? ലോസർക്ക് കിട്ടി. അപ്പോൾ ഏത് വാലിഡ് വോട്ടിന് 42%. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 58% അല്ലേ? അതാർക്കായിരിക്കും? വിന്നർക്കായിരിക്കും അല്ലേ? വിന്നർക്ക് അത് എഴുതി ഞാൻ വായിച്ചല്ലേ. വിന്നർക്ക് 58ഉം ലോസർക്ക് 42ഉം. ഇവന്മാർ തമ്മിൽ ഡിഫറൻസ് എത്രയാ? 16% ആയിരിക്കുമല്ലോ. അതല്ലേ എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെജോറിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ 16%ത്തിൻ്റെ വാല്യൂ ആണ് എന്ത് 7,68,400 റുപ്പീസ് എന്ന് കൊടുത്തേക്കണത്. ഓക്കെ ആണോ? ആക്ച്വലി ചിലപ്പോൾ ഇതിനേക്കാൾ ഇത്രയും കാൽക്കുലേറ്റീവ് ആക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. 16% എത്രയാണെങ്കിൽ 80% കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ സമയത്ത് പോയില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ ഞാനെന്ത് 16% ഇത്രയാണെന്ന് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് ഞാൻ എന്താ 80%ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് ഇത്രയാണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? അതിൻ്റെ കൂടെ ഈ 82,560 കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കാസ്റ്റ് ചെയ്തിട്ടുള്ള വോട്ട്സിൻ്റെ എണ്ണം കിട്ടി. കാസ്റ്റ് ചെയ്തിട്ടുള്ള വോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവാലിഡ് വോട്ടും വാലിഡ് വോട്ടും രണ്ടും കൂടെ ആഡ് ചെയ്തതാണല്ലോ ഏത് കാസ്റ്റ് ചെയ്തിട്ടുള്ള വോട്ട്സിൻ്റെ എണ്ണം. ഓക്കെ അല്ലേ? അത് കിട്ടി. ഓക്കെ, ഇനി അതെന്താ നമ്മുടെ ടോട്ടൽ വോട്ട്സിൻ്റെ 80%. കാരണം 20% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. 20% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 20% ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇത് 80 ആയിരിക്കും, മറ്റേത് 20 ആയിരിക്കും. ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ തമ്മിലുള്ള റേഷ്യോ, അതായത് കാസ്റ്റ് ചെയ്തിട്ടുള്ള വോട്ട്സ് 80 ആണെങ്കിൽ മറ്റേത് 20 ആണ്. ഇവന്മാരെ തമ്മിലുള്ള റേഷ്യോ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 4:1 എന്ന് കിട്ടും. 4:1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ അത് ചെയ്തപ്പോൾ, അതായത് ഇവനെ ഈ കിട്ടിയവൻ്റെ 1/4 വെച്ച് ഞാൻ, അതായത് 4 വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കാസ്റ്റ് ചെയ്യാത്ത വോട്ട്സ് ഇത്രയാണെന്ന് കിട്ടി. 1221265 എന്ന് കിട്ടി. അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഇവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് ആണ് ചെയ്തത്. അതായത് ഇത് 8,000ഉം ഇത് 12,000 ആണോ? 2 3 4 5 6 7 1,12,000 എന്ന് പറയുന്നുണ്ട്, 20,000 എന്ന് പറയുന്നുണ്ട്. രണ്ടും കൂടെ നമ്മൾ റേഷ്യോ നോക്കുമ്പോൾ ഏകദേശം നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ അല്ലേ? അതായത് ഇവന്മാർ റേഷ്യോ എടുക്കുമ്പോൾ 2/30 എന്ന് പറയുന്നുണ്ട്. അതായത് 2/3 എത്രയാ? 66.6 ആണല്ലോ. അപ്പോൾ 2/30 എത്രയായിരിക്കും? 6.66 ആയിരിക്കും. അവന് ഏകദേശം വരണ എത്രയാ? 6.8%. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാൽക്കുലേറ്റീവ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കേട്ടോ CGL.
കഴിഞ്ഞ കൊല്ലം 2023 CGL-ലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുണ്ടായതാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 3 candidates were participating in an election. The person at third place, ഓക്കെ, 3 ആൾക്കാരല്ലേ, 3 ആൾക്കാർക്ക് ഞാൻ സിംപ്ലി ABC എന്ന് പേര് കൊടുക്കുന്നു. The person at third place, C ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്, ആൾക്ക് 20% vote of the total votes കിട്ടി. While the difference between the votes of the winner and the first runner-up ആരാ? നമ്മൾ രണ്ടാമത് വരുന്ന ആൾ. ഓക്കെ, അതാണല്ലോ ഫസ്റ്റ് റണ്ണറപ്പ്. ഓക്കെ, നമ്മുടെ വിന്നറിനും ഫസ്റ്റ് റണ്ണറപ്പും തമ്മിലുള്ള ഡിഫറൻസ് 20% ആണ്. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് റണ്ണറപ്പ് ആൻഡ് ദ സെക്കൻഡ് റണ്ണറപ്പ് വാസ് 37,000, how many votes did the winner receive? ഓക്കെ, നോക്കിക്കേ, ഇതിനകത്ത് ആദ്യത്തെ ഡാറ്റ ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ഡാറ്റ എന്താ? വിന്നറും ഫസ്റ്റ് റണ്ണറപ്പും തമ്മിലുള്ള ഡിഫറൻസ് 20% ആണ്. നോക്കിയേ, 20% വോട്ട്സ് അവിടെ പോയല്ലോ. ബാക്കി എത്രയുണ്ട്? 80 അല്ലേ? അതായത് നമ്മുടെ വിന്നറും ഫസ്റ്റ് റണ്ണറപ്പും തമ്മിലുള്ള ആഡ് ചെയ്തെങ്കിൽ എനിക്ക് എത്ര കിട്ടണം? 80 കിട്ടണമല്ലോ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 20 അല്ലേ? ഇവിടെ നിന്ന് എനിക്ക് വിന്നറിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഞാൻ രണ്ടും കൂടെ ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. 80 + 20 100, 100/2 50 എന്ന് വരും. ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മറ്റേത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതായത് എന്താ, 50 വന്നു, 20 വന്നു, 70% ആയി. ബാക്കി എത്രയുണ്ട്? 30 അല്ലേ? 30 അല്ലേ? കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞേക്കണേ? നമ്മുടെ ഫസ്റ്റ് റണ്ണറപ്പും സെക്കൻഡ് റണ്ണറപ്പും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇവന്മാർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 10 യൂണിറ്റ് അല്ലേ? 10 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 37,000 എന്ന് പറഞ്ഞേക്കണത്. അങ്ങനെയാണെങ്കിൽ വിന്നറിന് എത്രയാണ് നോക്കിയേ? 10നെ 50 ആക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എവിടെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 37 × 5. ഫസ്റ്റ് റണ്ണറപ്പ് ആൻഡ് സെക്കൻഡ് റണ്ണറപ്പ് വാസ് 37,000. ഹൗ മെനി വോട്ട്സ് ഡിഡ് ദ വിന്നർ റിസീവ്? അതാണല്ലോ. 1,75,000. സോറി, ചെറിയ മിസ്റ്റേക്ക്. 1,85,000 എന്ന് വരും. ദാറ്റ് വിൽ ബി യുവർ ആൻസർ. 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ. കുറച്ച് നേരമായി അല്ലേ? എൻ്റെയും റിലേ പോയി തുടങ്ങി. പോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഇലക്ഷൻ 8% of the voters did not cast their vote. 2 candidates contested the election in which the winning candidate got 48% of the total votes and won the election by 1,100 votes. Find the total number of votes. Okay, നോക്കിയടാ, 100% ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് 8% വോട്ട് ചെയ്തില്ല. ബാക്കി എത്രയുണ്ട്? 92 അല്ലേ? ഇതിനകത്ത് വിന്നർക്ക് 48% കിട്ടിയിട്ടുണ്ട്. ബാക്കി എത്രയുണ്ട്? 52 എന്ന് പറയുമ്പോൾ 44% ആയിരിക്കുമല്ലോ. 4, 8, 92. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കണേ? വിന്നർക്ക് ഇവരുടെ ആൻഡ് 1/1100 വോട്ട്സ്. അതായത് ഇവന്മാർ തമ്മിലുള്ള എന്താ മെജോറിറ്റിയാണ് 1100. എത്ര യൂണിറ്റാ? 4 യൂണിറ്റ് ആണല്ലോ. 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 1100. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ആണോ? given that all ഓക്കെ, 4 യൂണിറ്റിൻ്റെ വാല്യൂ 1100 ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്ര വരും? 250ഉം എത്ര വരും? 275 എന്ന് വരും. അതിൻ്റെ കൂടെ 2 0 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി 27500. വലിയ കുഴപ്പമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു. അടുത്തത് നോക്കാം. രാജു, രവി ആൻഡ് അശോക്. എലക്ഷൻ. രാജു, രവി, അശോക്, 3 പേർ. കോൺടെസ്റ്റഡ് ആൻ എലക്ഷൻ. 5% വോട്ട്സ് പോയി. 5% ഇല്ല കേട്ടോ, ഈ കൂട്ടത്തിലില്ല. ഓക്കെ, രാജുവിന്
30% വോട്ട്സ് കിട്ടി. ഓക്കെ, രവി ഗോട്ട് 32% ഓഫ് ദ വാലിഡ് വോട്ട്സ്. രവിക്ക് 32% ഓഫ് ദ വാലിഡ് വോട്ട്സ്. ദ വിന്നർ ഗോട്ട് 5136 വോട്ട്സ് മോർ ദാൻ ദ നമ്പർ ഓഫ് പേഴ്സൺ ഹൂ റിസീവ്ഡ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ്. ഓക്കെ, നോക്കിയടാ, 32, 60, 62, 67, ബാക്കി എത്രയുണ്ട്? 33 വോട്ടല്ലേ അല്ലേ? 30, 60, 90, 95. ഓക്കെ, അത് 5 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 100% ആയല്ലോ. ഓക്കെ, വിന്നറിന് എത്ര വോട്ട് കിട്ടി? 5136 വോട്ട്സ്. ഓക്കെ, ലൂസറിനേക്കാളും ഹൂ റിസീവ്ഡ് ലീസ്റ്റ് നമ്പർ. വിന്നർ ആരാ? രവിയോ? അല്ല, രാജു അല്ലേ? രാജു ആണ് വിന്നർ. അശോക് ലൂസറായി. എത്ര ശതമാനം വോട്ട്സ് കൂടുതൽ കിട്ടി? 3% വോട്ട്സ് കിട്ടിയ ഈ 3%-ൻ്റെ വാല്യൂ ആയിരിക്കില്ലേ 5136 എന്ന് പറയുന്നത്. അപ്പോൾ 1% എത്രയാ? 1712 എന്ന് വരും. 100%-ന് 2 സീറോയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. During the first year, the strength of a school increased by 12%, and in the second year it was decreased by 12%, and in the third year it increased by 10%. Okay, അങ്ങനെയാണെങ്കിൽ at the end of third year 10,842 ആണെങ്കിൽ തുടക്കത്തിൽ എത്രയായിരുന്നു എന്ന്. ഓക്കെ, നോക്കാം. എടാ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 12% 3/25 ആണല്ലോ. ആദ്യം എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ചെയ്തു. അതായത് 25-ൽ നിന്ന് എത്രയായി? 28 ആയിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്തെ ദിവസം ഡിക്രീസ് ചെയ്തു. 25-ൽ നിന്ന് 22 ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ വർഷം എന്താ സംഭവിക്കുന്നത്? 10% ഇൻക്രീസ് ചെയ്തു. 10:11 എന്നായി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇവന്മാരുടെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് 10,842. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ വാല്യൂ. ഓക്കെ, ഏകദേശം അറിയില്ല, നോക്കാം. 11 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 99. 9 ടൈംസ് 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ടൈംസ് ആണല്ലോ. ഓക്കെ, ബാക്കി റിമൈൻഡർ 9 വരും. 94 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 തെറ്റിയ. ഓക്കെ, എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. കട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 ടൈംസ് എന്ന് വരും. ഇവിടെ 11 എന്ന് വരും. വേറെ എന്തെങ്കിലും? ഓക്കെ, 28 × 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 308 ആണ്. 308 × 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 833. നമ്മളത് കട്ട് ചെയ്തു. 5ഉം 11 എന്നും കിട്ടി. ഓക്കെ, നമുക്ക് ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 28 × 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 308 എന്ന് വരും. 308 × 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3388 എന്ന് വരും. ഓക്കെ ആണോ? അതവിടെ നിൽക്കട്ടെ. 25 × 25 625 ആണ്. 625 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000-ഉം ഒരു 125-ഉം 3125. ഓക്കെ, നമുക്കിനി ഏകദേശം അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കാം. നോക്കി, ഈ രണ്ട് വാല്യൂസും തമ്മിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് അങ്ങനെയൊന്നും പറയാനില്ലല്ലോ. അതായത് ഈ വാല്യൂ ആണ് എന്ത്? 10,842 എന്ന് പറഞ്ഞു വന്നേക്കണത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ അടുത്ത് കിടക്കുന്നൊരു വാല്യൂ എത്ര ഉള്ളേ? 10,000. അപ്രോക്സിമേഷനാണ്, സിംപ്ലി അപ്രോക്സിമേഷൻ മാത്രമാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ വാല്യൂസിൽ ഇവിടെ പോയിൻ്റ് വരുമെന്ന്. 9, 11,
പോയിൻ്റ് വരും. 11 ഡിവിസിബിൾ വെച്ച് അത് തന്നെയാണ് നോക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 11 ആയിട്ട് ഈ നമ്പർ ഡിവൈഡ് ആവണ്ടേ? ആവില്ല, പോയിൻ്റ് വരും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അത് നോക്കിക്കേ. അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എലക്ഷൻ, സെലക്ഷൻ ഫേസിലെ ക്വസ്റ്റ്യൻ ആട്ടോ, ഐക്കറിലൊക്കെ ചോദിച്ചിട്ടുള്ള. ഇൻ ആൻ എലക്ഷൻ 15% of the voters on the list did not cast their vote and 100 voters casted their ballot paper blank. There were only 2 candidates, Ram and Shyam. രണ്ട് പേരുള്ളൂ, രാമും ശ്യാമും. The winner Ram was supported by 69% votes of all the voters in the list and he got 630. Ara winner Ram alle. And he got 630 votes more than Shyam. Find the number of voters in the list. അതായത് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ വോട്ടേഴ്സിൻ്റെ എണ്ണം ആണല്ലോ. നോക്കാം, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ വോട്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻവാലിഡും വാലിഡും ആയിട്ടുള്ള വോട്ട്സിൻ്റെ എണ്ണം എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവിടെ എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണല്ലോ എൻ്റെ ടോട്ടൽ വോട്ടേഴ്സിൻ്റെ എണ്ണം. നോക്കാം, അവിടെ നോക്കിയേ, അവിടെ എന്താ സംഭവിച്ചത്? 15% ആൾക്കാർ വോട്ട് ചെയ്തിട്ടേ ഇല്ല. 15% ആൾക്കാർ വോട്ട് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, പിന്നീട് എന്താ സംഭവിച്ചു? 100 വോട്ടേഴ്സ് കാസ്റ്റ് their ballot paper blank. ഒന്നും കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്തായി? ഇൻവാലിഡ് അല്ലേ? തീർന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? 100 വോട്ട്സ് ഇൻവാലിഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താ? നമ്മുടെ വിന്നറിന് 69% വോട്ട്സ് കിട്ടി. ഓക്കെ ആണല്ലോ, 69%. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ ലോസർ ആരാ? ശ്യാം അല്ലേ? ശ്യാമിനേക്കാളും 630 വോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69% മൈനസ് 630. അതാണല്ലോ നമ്മുടെ എന്തെന്ന് പറയുക? ലൂസറിന് കിട്ടിയ വോട്ട്സ് എന്ന് പറയുക ആയിരിക്കില്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ വിന്നറിന് ഇത്ര വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോസർക്ക് അവനേക്കാളും ഇത്ര വോട്ട് കുറവ് ആയിരിക്കുമല്ലോ. ഓക്കെ, നമുക്കിനി ആഡ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69 70 ആണെങ്കിൽ 140 വരും, 138 143 153 153 ആണ്. 153 പ്ലസ് 530, പ്ലസ് അല്ല മൈനസ് 530 ആണ് എന്ത്? ടോട്ടൽ വോട്ട്സിൻ്റെ എണ്ണം. ഓക്കെ, ഞാൻ അവിടെ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 53% വോട്ട്സിൻ്റെ എണ്ണം 530 തന്നെ വരുമല്ലോ. അപ്പോൾ 100% എത്ര വരും? 53 വന്നപ്പോൾ ഒരു 0 കൂടുതൽ വന്നാൽ 100 വരുമ്പോൾ അവിടെയും ഒരു 0 കൂടുതൽ വരും, 1000. സിംപ്ലി നമ്മളവിടെ തന്നിരിക്കുന്ന ആ ഡാറ്റാസൊക്കെ ഒന്ന് ആഡ് ചെയ്തു. കാരണം ഇലക്ഷനിൽ അതാണോ സംഭവിക്കുന്നത്? വാലിഡ് വോട്ട്, ഇൻവാലിഡ് വോട്ട്. ഇനിയിപ്പോൾ വോട്ട് ചെയ്യാത്ത ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നല്ലേ എൻ്റെ എന്ത്? ടോട്ടൽ വോട്ട്സിൻ്റെ എണ്ണം, അവിടെയുള്ള വോട്ടേഴ്സിൻ്റെ എണ്ണം. അടുത്ത നോക്കാടെ. പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ increases by 20% every year if the difference between the prices at the end of the 3rd year and 4th year is 259.2 rupees, then 40% of the price. ഓക്കെ, നോക്കാം. എല്ലാ വർഷവും 20% വെച്ച് കൂടിക്കൊണ്ടിരിക്കും ആണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 3 വർഷത്തെയും 4 വർഷത്തെയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. 3 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ 5 ക്യൂബും 6 ക്യൂബും ആണല്ലോ എടുക്കുക. 5 ക്യൂബ് എത്രയാ? 125. 6 ക്യൂബ് എത്രയാ? 216. ഇതാണല്ലോ 3 ഇയേഴ്സിലെ കഥ. ഓക്കെ, ഇനി 4 ഇയേഴ്സിൻ്റെ കഥ വരുമ്പോൾ അതെന്ത് സംഭവിക്കും? 5^4ഉം 6^4ഉം. 5^4 എത്രയാ? 625. 6^4 എത്രയാ? 1296. 36 സ്ക്വയർ. അത്രേ ഉള്ളൂ.
നോക്കിയേ, ഇനി എൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ഞാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യണോ, നമ്മുടെ ഒറിജിനൽ പ്രൈസിന് ഞാൻ അങ്ങ് സെയിം ആക്കണം. അതായത് 125നെ 625 ആക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി, 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഇവനെന്താവും, 625ഉം ഇവിടെ ഞാൻ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1080 എന്നും വരും അല്ലേ. ഇനി നോക്കി, ഇവന്മാർ തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ എന്ത് 259.2 എന്ന് പറഞ്ഞേക്കണത്. തമ്മിലുള്ള ഡിഫറൻസ് എത്ര, 216 അല്ലേ. 1080ഉം 1296 തമ്മിലുള്ള ഡിഫറൻസ്. ഇവന്മാർ തമ്മിൽ ഉള്ളതാണ് എന്ത് 259.2 എന്ന് പറഞ്ഞേക്കണത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം ചെയ്തതുപോലെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, നോക്കിയടാ, ഇതിനകത്ത് ഇവിടെ യൂണിറ്റ് ഡേറ്റ് 6 ഞാൻ ഈ പോയിന്റ് കണക്കാക്കുകയാണെങ്കിൽ ഇതിന് 2592, 2592 അങ്ങനെ തന്നെ ഞാൻ കണക്കാക്കുകയാണ് കേട്ടോ. ഓക്കെ, നോക്കിയേ, ഇവനെ 10 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2160 വരുള്ളൂ. 2160 അല്ലേ. പിന്നെ 10 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ 2160 അതല്ലേ വരിക അല്ലേ. കുറവാണല്ലോ. 2 ടൈംസ് അതായത് 20 ടൈംസ് എടുക്കുകയാണെങ്കിലോ 4000 അല്ലേ വരണത് അല്ലേ. അപ്പോൾ നമുക്ക് എനിക്ക് അത്രയും പോകേണ്ട ആവശ്യമില്ല, അതിനേക്കാളും ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യൂണിറ്റ് ഡേറ്റ് 2 വരണം. അതായത് 6നെ ഞാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒരുപാട് ഡിഫറൻസ് വരാതെ ഇങ്ങോട്ട് എത്താം. 12 ആയിക്കൂടെ, 12. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിന്റ് വരുന്നത് വെച്ചിട്ട് 1.2, അതായത് എന്താ 6/5 എന്ന് വരും. 1.2 അതായത് 6/5. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, 625 ഇൻറ്റു 6/5 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഒറിജിനൽ പ്രൈസ് കിട്ടും. പക്ഷേ എനിക്ക് എന്ത് മതി, ഇതിൻ്റെ 40% മതി. അതായത് 4/5. 5 ഇൻറ്റു 5 25 പോയല്ലോ. 25 ഇൻറ്റു 24. ഓ, പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ അല്ലേ. അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ അല്ലേ ചോദിച്ചേക്കണത്. ഓക്കെ, 625 ഇൻറ്റു 6/5 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, അറ്റ് ദ എൻഡ് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇത് 2 വർഷം കഴിഞ്ഞുള്ള കാര്യം. ഇത് അതിൻ്റെ ഒറിജിനൽ ഫസ്റ്റ് ഇയറിൽ അത് ഇത്രയാവും, സെക്കൻഡ് ഇയറിൽ അത് ഇത്രയാവും ആണല്ലോ. ഇനി അത് കഴിഞ്ഞാൽ അതിൻ്റെ 40% മാത്രം മതി നമുക്ക്. 5 ഇൻറ്റു 5 25, 125, 625 കട്ടായിപ്പോയി. 6 ഇൻറ്റു 6 ഇൻറ്റു 6 216, 216 ഇൻറ്റു 2 432. ഓക്കെ അല്ലേ. നമ്മൾ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇതുവരെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഒരുപാടൊന്നുമില്ല, ഏകദേശം 30-35 ക്വസ്റ്റ്യൻസോളം ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല എത്ര ചെയ്തോ എന്തോ. നമുക്ക് ഇതിനകത്ത് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഈ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ PDF, നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത PDF ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലും നമ്മുടെ ഒഫീഷ്യൽ ചാനലിലും ഞാൻ അപ്ലോഡ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ ടീം തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ഇനിയും ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇനിയും. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. അതായത് ഏതാണോ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിവ് പോലെ നമുക്ക് അത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ. പഠിച്ചു തുടങ്ങല്ലേ. എക്സാം വരെയാണ്. അതിനു മുൻപ് കാര്യങ്ങളൊക്കെ നല്ലപോലെ പ്ലാൻ ചെയ്ത് ഇനിയും ബാക്കിയുള്ള ചാപ്റ്റേഴ്സായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ.